സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിലാണ് റെഡ് അലർട്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഈ മാസം 22ഓടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട മഴയല്ല, അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടി കനത്ത കൊടുമഴ എന്നല്ലേ അർത്ഥം? ഹാഷ്മി, തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് അതിതീവ്ര മഴ വരുന്നു സംസ്ഥാനത്ത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മെയ് 22ഓടെ ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അത് വടക്കു കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിന്റെ സ്വാധീനം സംസ്ഥാനത്തുണ്ടാകും. സംസ്ഥാനത്തേക്കുള്ള തെക്ക് പടിഞ്ഞാറൻ കാറ്റ് അത് ശക്തമാകും. തുടർന്ന് സംസ്ഥാനത്തെ മഴ അതിതീവ്രമായി തന്നെ ലഭിക്കും അടുത്ത ദിവസങ്ങളിൽ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകൾ ഇങ്ങനെയാണ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിൽ അടുത്ത 3 ദിവസം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, ഒപ്പം മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ, അതായത് കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഒപ്പം എറണാകുളം ജില്ലകളിൽ നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിലും സമാനമായി തന്നെ കൂടുതൽ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും ശ്രദ്ധിക്കേണ്ട സമയമാണ്. പൊതുജനങ്ങളും അതുപോലെ സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കേരള തീരത്തിന് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ശക്തമായ കാറ്റിന് കടലിൽ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഈ മുന്നറിയിപ്പ് പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് കൂടി സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഹാഷ്മി, മലയോര മേഖല പ്രത്യേക ജാഗ്രത വേണം എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴ മലയോര മേഖലയിൽ കനത്ത ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു മുന്നറിയിപ്പ്. മുഹമ്മദാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിൽ അടുത്ത 3 ദിവസം മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ കാറ്റ്, ഇടിമിന്നൽ, മഴക്കെടുതി ഒക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കണം. എന്തായാലും മഴ പെയ്യട്ടെ അല്ലേ.